പാക് നാവികസേന നിലയുറപ്പിച്ചിട്ടുള്ള ഭാഗത്ത് നിന്ന് നോട്ടിക്കൽ മൈൽ അകലെ അഭ്യാസ പ്രകടനവുമായി ഇന്ത്യൻ നാവികസേന. ആസൂത്രണം ചെയ്തവരെയും പിന്തുണച്ചവരെയും നടപ്പാക്കിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കണമെന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ നിർദ്ദേശം. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് അമേരിക്ക പിന്തുണ അറിയിച്ചു. ചർച്ച ചെയ്ത മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അയവ് വരുത്തണമെന്ന് ഇരു രാജ്യങ്ങളോടും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. നമുക്ക് വിശദാംശങ്ങളുമായി പി ബസന്തും ബി ബാലഗോപാലും ഒക്കെ ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം പി ബസന്തിലേക്കാണ്. അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ച് പാകിസ്ഥാനെ ഒന്നുകൂടി ഭയപ്പെടുത്തി നിർത്താനുള്ള ശ്രമമാണോ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നിലവിലുണ്ടാകുന്ന വിശദാംശങ്ങൾ എന്താണ് ബസന്ത്? ഗുജറാത്ത് തീരത്തിന് ഏകദേശം 85 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ ഒരു നാവികസേനയുടെ അഭ്യാസം നടക്കുന്നത്. പാകിസ്ഥാൻ നാവികസേന തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഒരുപക്ഷെ നേർക്ക് നേർ തന്നെയാണ് ഇപ്പോൾ ഇതുള്ളത് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് പാകിസ്ഥാൻ സേനയും ഇന്ത്യൻ സേനയും തമ്മിലുള്ള വളരെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ നാവികസേന കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തോതിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ നാവികസേന തന്നെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദീർഘദൂര മിസൈൽ അടക്കം പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗുജറാത്ത് തീരത്തിന് സമീപം നാവികസേനയുടെ സേനാ അഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നത്. നേവൽ ഫയറിംഗ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പാകിസ്ഥാൻ സേനയും സമാനമായി തന്നെ 85 നോട്ടിക്കൽ മൈൽ അകലെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ അവരും നേവൽ ഫയറിംഗ് അല്ലെങ്കിൽ അഭ്യാസങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സമാനമായ സാഹചര്യം അറബിക്കടലിൽ ഉടനീളം തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ INS വിക്രാന്ത് കാർവാറിൽ നിന്നും യാത്ര തിരിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ച് കാർവാർ തൻ്റെ സ്റ്റേഷനിൽ ഡോക്യാർഡിലേക്ക് തന്നെ മടങ്ങിയിട്ടുമുണ്ട്. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഈ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നു. അല്പസമയം മുമ്പ് വിദേശമന്ത്രി S ജയശങ്കർ അറിയിച്ചത് മാർക്കോ റൂബിയോയുമായി US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സംസാരിച്ചു. ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരെയും അതോടൊപ്പം തന്നെ അത് നടത്തിയവർക്കുമെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് മാർക്കോ റൂബിയോയെ അറിയിച്ചിട്ടുണ്ട്. നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് വിദേശമന്ത്രി ജയശങ്കർ അറിയിച്ചത്. അതേസമയം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ റീഡൌട്ട് വന്നിട്ടുള്ളത്. ഈ വിഷയം ഞാൻ ജയശങ്കറുമായി സംസാരിച്ചുവെന്ന് മാർക്ക് റൂബിയോ അറിയിക്കുന്നുണ്ട്. വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംഘർഷം വലുതാക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാണ് US-ന്റെ പ്രസ്താവനയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനോട് ഈ സംഭവത്തെ അപലപിക്കണം എന്നുള്ളൊരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനാകട്ടെ ഇതിൽ അപലപിക്കുന്നതിന് പകരം ഇതൊരു അന്താരാഷ്ട്ര അന്വേഷണത്തിലൂടെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയട്ടെ എന്നുള്ള നിലപാടുമാണ് ഉള്ളത്. മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഈ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ TRFൻ്റെ പേര് ഒഴിവാക്കുന്നതിന് റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ പേര് ഒഴിവാക്കുന്നതിനുള്ള ഇടപെടലുകൾ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ നടത്തി എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. പാക് വിദേശ മന്ത്രി തന്നെ പാക് നാഷണൽ അസംബ്ലിയിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇത് ലോക രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം എന്നുള്ളൊരു വിലയിരുത്തലാണ് ആ പാക് വിദേശമന്ത്രി നടത്തിയിട്ടുമുള്ളത്. ഇന്ത്യയാകട്ടെ വിവിധ ലോക രാഷ്ട്രങ്ങളിലെ തലവന്മാരുമായും അതോടൊപ്പം തന്നെ വിദേശമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പിന്തുണ നേടിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സൈനിക ശക്തിയിൽ ഇന്ത്യ 4ാമത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത്തരത്തിലൊക്കെ നമ്മൾ ഇതൊരു സൈനിക അഭ്യാസം ഈ ഘട്ടത്തിൽ നടത്തുമ്പോൾ സൈനിക നീക്കത്തിന് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയാണ് എന്ന് വേണോ മനസ്സിലാക്കാൻ? ഈ പെഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണത്തിന് ഏത് രീതിയിൽ തിരിച്ചടി നൽകണമെന്നുള്ള സ്വാതന്ത്ര്യം സേനയ്ക്ക് പൂർണ്ണമായും പ്രധാനമന്ത്രി നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സേനാ മേധാവികളുമായും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമായുള്ള കൂടിക്കാഴ്ചയിൽ ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് അക്കാര്യമാണ്. അതായത് പ്രധാനമന്ത്രി ഇതൊരു പൂർണ്ണ സ്വാതന്ത്ര്യം സേനയ്ക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്, ഏത് രീതിയിൽ പ്രതികരിക്കണം, ലക്ഷ്യമേത് എന്നുള്ള കാര്യങ്ങളൊക്കെ സേനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായത്, അല്ലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിലും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ശരി, വസന്ത്.